PFIയും SDPIയും ഗൾഫ് രാജ്യങ്ങളിൽ സമാന പാർട്ടി സംഘടനകൾ രൂപീകരിച്ചതായി കേന്ദ്ര ഏജൻസികൾ. ISF എന്നീ പേരുകളിലായിരുന്നു സംഘടനകൾ രൂപീകരിച്ചത്. റമദാൻ കളക്ഷൻ എന്ന പേരിൽ ഗൾഫ് രാജ്യങ്ങളിൽ നടത്തിയ ധനശേഖരണം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ ലക്ഷ്യമിട്ടെന്നാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തൽ. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ഡാൻ കുര്യൻ ചേരുകയാണ്. ഡാന്, ഈ ഒരു സംഘടന അത് ഭീകരപ്രവർത്തനത്തിൽ പിടിക്കപ്പെടുമ്പോൾ, അനധികൃത സാമ്പത്തിക ഇടപാടുകൾ പിടിക്കപ്പെടുമ്പോൾ മറ്റൊരു പേരിൽ രൂപീകരിക്കപ്പെടുന്നു, ഭാരവാഹികൾ അങ്ങോട്ടേക്ക് മാറുന്നു. അങ്ങനെ പല കാലങ്ങളായി ഇത് മാറി മാറി പല സംഘടനകൾ നമ്മുടെ കേരളത്തിൽ രൂപം കൊള്ളുകയും അത് പ്രവർത്തിക്കുകയും മറ്റും ചെയ്തതാണ്. ഇപ്പോൾ അതിൻ്റെ മറ്റൊരു വേർഷനാണോ ഇത്? ഇവരിപ്പോൾ മറ്റ് രാജ്യങ്ങളിലും ഇത്തരം സംവിധാനങ്ങൾ ഒരുക്കിയെന്നാണോ? രഞ്ജിത്ത്, ഇന്ത്യൻ ഫ്രറ്റേണിറ്റി ഫോറം എന്ന പേരിൽ ഗൾഫ് രാജ്യങ്ങളിൽ സജീവമായ സംഘടന പ്രവർത്തിച്ചിരുന്നത് പോപ്പുലർ ഫ്രണ്ടിന് കീഴിലാണെന്നാണ് ദേശീയ ഏജൻസികളുടെ കണ്ടെത്തൽ. അതോടൊപ്പം ഇന്ത്യൻ സോഷ്യൽ ഫോറം എന്ന പേരിൽ പ്രവർത്തിച്ചിരുന്ന ISF എന്ന സംഘടന SDPIക്ക് കീഴിലാണ് അവരുടെ പ്രവർത്തനങ്ങൾ വിദേശത്ത് നടത്തിയിരുന്നതെന്നും കേന്ദ്ര ഏജൻസികൾക്ക് തെളിവ് ലഭിച്ചിരിക്കുകയാണ്. റമദാൻ കളക്ഷൻ എന്ന പേരിലാണ് ഇവർ വിദേശ രാജ്യങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് പണം സ്വരൂപിച്ചിരുന്നത്. ഇങ്ങനെ സ്വരൂപിച്ചിരുന്ന പണം രാജ്യത്തേക്ക് ഹവാല ഇടപാടിലൂടെ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് എത്തിച്ചിരുന്നത് എന്നും കണ്ടെത്തിയിട്ടുണ്ട്. മാത്രവുമല്ല, ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനത്തിന് ശേഷം പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ SDPIയിലേക്ക് അവരുടെ സ്ലീപ്പർ സെല്ലുകൾ സജീവമാക്കി. ഈ വിദേശ രാജ്യങ്ങളിൽ നിന്ന് റമദാൻ കളക്ഷൻ എന്ന പേരിൽ കണ്ടെത്തിയ പണം അല്ലെങ്കിൽ ശേഖരിച്ച പണം ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ ഹവാല മാർഗത്തിലൂടെ ഇവിടേക്ക് എത്തിക്കുകയും ഒരു തരത്തിലുള്ള അക്കൗണ്ട് വിശദാംശങ്ങളും സൂക്ഷിക്കാതെ ഈ പണം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാനത്തും അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത്. അതോടൊപ്പം 2018 ഡിസംബർ 14 ബഹ്റൈനിലെ മനാമയിൽ വെച്ച് ഈ ISFൻ്റെ ഒരു യോഗം ചേർന്നിരുന്നു. അതിൽ ISFൻ്റെ സോണൽ ഭാരവാഹികളാണ് യോഗത്തിൽ പങ്കെടുത്തത്. SDPIയുടെ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന് വേണ്ടി മാനവ വിഭവശേഷിയും അതോടൊപ്പം തന്നെ ധനസമാഹരണവും നടത്തുന്നതിന് വേണ്ടിയുള്ള ചുമതലകൾ ഈ സോണൽ ഭാരവാഹികൾക്ക് കൈമാറാനായി MK ഫൈസി തന്നെ, SDPIയുടെ ദേശീയ അധ്യക്ഷനായിട്ടുള്ള MK ഫൈസി തന്നെ അതിന് നേതൃത്വം നൽകിയെന്നാണ് അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തൽ. ഇതുമായി ബന്ധപ്പെട്ട മിനിറ്റ്സ് രേഖകളുടെ കോപ്പി യൂണിറ്റി ഹൗസ് എന്ന പേരിൽ അറിയപ്പെടുന്ന കോഴിക്കോട്ടെ, അതായത് കേരളത്തിലെ SDPIയുടെ ആസ്ഥാനമായ കോഴിക്കോട്ടെ യൂണിറ്റി ഹൗസിൽ നിന്ന് അന്വേഷണ ഏജൻസികൾ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ഈ SDPIയെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു രാഷ്ട്രീയ മുഖമായിട്ടാണ് അവർ ഉപയോഗിച്ചിരുന്നത് എന്നാണ് അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം നിലവിൽ വിവിധ സ്ഥലങ്ങളിൽ നടന്ന റെയ്ഡുകളിൽ കണ്ടെത്തിയ ഡിജിറ്റൽ രേഖകൾ, അതോടൊപ്പം സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ, ഇതൊക്കെ വിശദമായ പരിശോധനകൾക്ക് വിധേയമാക്കും. അതിനുശേഷമായിരിക്കും പോപ്പുലർ ഫ്രണ്ടിനോട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സ്വീകരിച്ച കടുത്ത നിലപാട് SDPIയുടെ കാര്യത്തിൽ സ്വീകരിക്കേണ്ടതുണ്ടോ എന്നതിൽ അന്തിമമായ തീരുമാനമെടുക്കുക. കൃത്യമായി ജിഹാദി പ്രവർത്തനങ്ങൾ ലക്ഷ്യമാക്കിയായിരുന്നു പോപ്പുലർ ഫ്രണ്ട് പണവും മറ്റ് സംവിധാനങ്ങളും SDPIക്ക് നൽകിക്കൊണ്ട് ഈ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തിയത് എന്നാണ് കേന്ദ്ര ഏജൻസികളുടെ വ്യാപകമായ പരിശോധനയിൽ ലഭിച്ച തെളിവുകളിൽ നിന്ന് വ്യക്തമാക്കുന്ന സൂചനകൾ. ഡാൻ കുര്യനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.